business that requires skill and experience. Okay, so when we are fixing the cost of one product means that is the difficult thing. So നമ്മളൊരു പ്രൊഡക്റ്റിൻ്റെ എമൗണ്ട് ഫിക്സ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് എന്ത് വേണം? വി നീഡ് സം എക്സ്പീരിയൻസ് ആൻഡ് സ്കിൽ. ഓക്കെ, സോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുകയാണ്, അതിൻ്റെ മെറ്റീരിയൽ എമൗണ്ട് മാത്രം നോക്കിയാൽ മതിയാവും നമുക്ക്? അല്ല, നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പോൾ ഒരാൾ ഫുൾ ഇപ്പോൾ ലേബർ ചാർജ് നോക്കണം. പിന്നെ എന്താണ്, സപ്പോസ് നമ്മൾ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ടാണ് ആ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇലക്ട്രിസിറ്റീൻ്റെ ബില്ല് നോക്കണം. പിന്നെ എന്താണ്, ട്രാൻസ്പോർട്ട്, ഒരു വെഹിക്കിൾ, ഒരു ട്രാൻസ്പോർട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സാധനത്തിന് പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ട്രാൻസ്പോർട്ട് ചാർജ് നോക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുക? എമൗണ്ട് ഫിക്സ് ചെയ്യണം. അതല്ലാതെ പ്രൊഡക്റ്റിൻ്റെ മെറ്റീരിയൽ കാസ്റ്റ് മാത്രം വെച്ചിട്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ നിൽക്കരുത്? പ്രൊഡക്റ്റിൻ്റെ എമൗണ്ട് ഫിക്സ് ചെയ്യാൻ നിൽക്കരുത്. Okay, so design is almost have to meet cost related or other economic targets. Cost estimation is a complex business that requires skill and experience. So when you are going to fix the amount of one product means you need some skill and experience in cost estimation. Okay, so cost estimation is a complex business that requires some skill and experience. Even though there are several ways that we can break out the cost structure of device that we are designing. Okay, so the simplest conceptually is that estimate labor, materials and overhead cost. So when we are fixing the amount of the one product means we need to care three things. That is, one is labor, another one is materials, another one is overhead cost. ഓക്കെ, നമ്മൾ പ്രൊഡക്റ്റിൻ്റെ എമൗണ്ട് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് നോക്കേണ്ടത്. ഫസ്റ്റ് വൺ, estimate labor cost. So another one is material cost, another one is overhead cost. Okay, so the simple statement ignore profits and marks the complexity of full cost related to details of all. Okay, that means so sometimes we are assuming the cost estimation means at that time we are ignore the profits and the കോംപ്ലക്സിറ്റി ഓഫ് ഫുൾ കാസ്റ്റ്. ദാറ്റ് മീൻസ് ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റിന് റഫായിട്ട് ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ആ ടൈമിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കുക? നമ്മൾ അതിൻ്റെ പ്രോഫിറ്റിനെ നമ്മൾ എന്ത് ചെയ്യൂല? അതിനെ എയിം ചെയ്യൂല. പിന്നെ നെക്സ്റ്റ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പ്രൊഡക്റ്റിന് കുറേ ഹിഡൻ ചാർജസ് ഉണ്ടാവും, എന്തൊക്കെയാണ് ഹിഡൻ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ടാണ് ഒരു പ്രൊഡക്റ്റിനെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെന്താണ്? ഇലക്ട്രിസിറ്റീൻ്റെ ചാർജ്, പിന്നെ മാർക്കറ്റിങ്ങിൻ്റെ ചാർജ്. നിങ്ങൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ആ ഓഫീസിനൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാനേജർ വെച്ചിട്ടുണ്ടാവും, അയാളുടെ ചാർജ്. ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സ്റ്റാഫ് വെച്ചിട്ടുണ്ടാവും, അയാളുടെ ചാർജ്. ഓക്കെ, സോ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായിരിക്കും? ഫുൾ ആൻഡ് ഫുൾ ഹിഡൻ ആയിരിക്കും. Okay, so that the things and mask the complexity of the full cost related details of all. But the simplest of artifacts, it is useful to remember that low cost is very likely to among the objectives of a designed artifact. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു പ്രൊഡക്റ്റിൻ്റെ പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഏതൊക്കെയാണ് ഹൈഡ് ചെയ്യുക? പ്രോഫിറ്റിനെ നമ്മൾ നോക്കൂല, എഗൈൻ അതിനെ പറഞ്ഞ ഓവർ ഹെഡ് കോസ്റ്റിനെ നമ്മൾ കെയർ ചെയ്യൂല. ബട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ചെറിയ എമൗണ്ട് ഫിക്സ് ചെയ്യാണ്. സോ മെയിൻ എയിം എന്തായിരിക്കും? നമ്മൾ ആ പ്രൊഡക്റ്റിനെ കൊണ്ടിട്ട് നമ്മൾ എന്താണ് ഒരു ഒബ്ജക്റ്റീവ് എയിം ചെയ്തിട്ടുണ്ടാവും അല്ലേ? ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനുള്ള രീതിയിലായിരിക്കും നമ്മൾ എന്ത് ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക? ലോ കോസ്റ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ നിങ്ങളൊരു റഫായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രൊഡക്റ്റിൻ്റെ എമൗണ്ട് ഫിക്സ് ചെയ്യുമ്പോൾ അവിടെ കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. എന്തൊക്കെയാണ് നമ്മളവിടെ ഇഗ്നോർ ചെയ്യുന്നത്? നമ്മളുടെ പ്രോഫിറ്റിനെ നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണ്. പിന്നെ ഓവർ ഹെഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന മാനേജേഴ്സ്, ഇലക്ട്രിസിറ്റി ബിൽസ്, പിന്നെ മാർക്കറ്റിംഗ് സ്റ്റാഫിൻ്റെ എമൗണ്ട്, സാലറീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഹിഡൻ ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് കോസ്റ്റ് ആർ ഓഫൻ broken up into the categories of 3 things. First one is labor, another one is material, another one is overhead cost. First one is labor cost. So labor cost including payments to the employees who build the design device as well as supporting personnel who perform necessary but often invisible tasks such as taking and filling orders, packaging and shipping the devices. ഓക്കെ, സോ ലേബർ കാസ്റ്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ദ പേയ്മെൻറ്റ്സ് ഓഫ് എംപ്ലോയി ആണ് അല്ലേ? ലേബർ കാസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങളിപ്പോൾ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത്, ഓക്കെ, നിങ്ങളാണ് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കുറേ പ്രൊഡക്റ്റ് നിങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്.
അപ്പോൾ മാനുഫാക്ചർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എംപ്ലോയീസിന് എന്ത് ചെയ്ത് കൊടുക്കണം? സാലറി കൊടുക്കണം അല്ലേ? അപ്പോൾ എംപ്ലോയീസിന് സാലറി കൊടുക്കുന്നതാണ് നമ്മൾ എന്ത് പറയുക? ലേബർ കോസ്റ്റ് എന്ന് പറയാം. ഓക്കെ, സപ്പോസ് നിങ്ങൾ മാത്രമാണെന്ന് വിചാരിക്കുക, നിങ്ങളൊരു പ്രൊഡക്റ്റിനെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും ആ പ്രൊഡക്റ്റിനെ സെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്കായിട്ടും ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യല്ലേ? നിങ്ങൾ അത്ര ദിവസം വർക്ക് ചെയ്തതിൻ്റെ ഒരു എമൗണ്ട് നിങ്ങൾ അതിൽ ഫിക്സ് ചെയ്യണ്ടേ? അതിനാണ് നമ്മൾ എന്ത് പറയുക? ലേബർ കോസ്റ്റ് എന്ന് പറയാം. ഓക്കെ, സോ ലേബർ കോസ്റ്റിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ഡയറക്റ്റ്, അനദർ വൺ ഈസ് ഇൻഡയറക്റ്റ്. ഓക്കെ, വിസിബിൾ ഇൻവിസിബിൾ ആണ്. ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ആ പ്രൊഡക്റ്റിനെ ഡെവലപ്പ് ചെയ്യുന്ന ആളിൻ്റെ കോസ്റ്റ് ആണ്. ഓക്കെ, ഇൻഡയറക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ കുറേ ഇൻഡയറക്റ്റ് ആയിട്ട് കുറേ ആൾക്കാർ എന്ത് ചെയ്യും? ആ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, സോ ഇൻക്ലൂഡ് പേയ്മെന്റ്സ് ടു ദ എംപ്ലോയീസ് ഹൂ ബിൽഡ് ദ ഡിസൈൻ ഡിവൈസ്. ഇവരെന്താണ്? വിസിബിൾ ആണ്. ഓക്കെ, ആരാണ് ആ പ്രൊഡക്റ്റിനെ ഡിസൈൻ ചെയ്തത്? അവരെന്താണ്? വിസിബിൾ പേഴ്സൺ, വിസിബിൾ ലേബർ ആണ്. ഓക്കെ, സോ ദെൻ ആസ് വെൽ as സപ്പോർട്ടിംഗ് പേഴ്സണൽ ഹൂ പെർഫോം നെസസറി ബട്ട് ഓഫ്റ്റൻ ഇൻവിസിബിൾ ടാസ്ക്. സോ ഇൻവിസിബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആ പ്രൊഡക്റ്റിന് എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഒരു സ്ഥലത്തിൽ നിന്ന് ഇന്ന സ്ഥലത്തിന് ഷിപ്പിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ? ടേക്കിംഗ് ആൻഡ് ഫില്ലിംഗ് ഓർഡേഴ്സ്, പാക്കേജിങ് ആൻഡ് ഷിപ്പിംഗ് ദ ഡിവൈസസ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. എക്സ്ട്രാ എന്ത് പറയുക? ആ പ്രൊഡക്റ്റിനെ പാക്ക് ചെയ്യുന്ന ആള്, എഗൈൻ എന്താണ്? ഓർഡർ എടുക്കുന്ന ആള്. ഓർഡർ എടുക്കുന്നതൊക്കെ ആരായിരിക്കും? മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിരിക്കും. പാക്കേജ് ചെയ്യുന്നത് ഒരു പാക്കേജ് ട്രാവൽ ആൾക്കാരായിരിക്കും. എഗൈൻ ഷിപ്പ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ എന്താണ്? ലേബർ കോസ്റ്റിലാണ് വരിക. ഓക്കെ, അങ്ങനെയല്ലേ നിങ്ങളൊരു പ്രൊഡക്റ്റിനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കമ്പനിയിൽ എന്തുണ്ടാവും? മാർക്കറ്റിംഗ് സ്റ്റാഫ് ഉണ്ടാവും അല്ലേ? മാർക്കറ്റിംഗ് സ്റ്റാഫ് എന്തിനു വേണ്ടിയിട്ടാണ്? ന്യൂ ഓർഡേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ പ്രൊഡക്റ്റിനെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഡെവലപ്പ് ചെയ്യുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊഡക്റ്റിനെ സെയിൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ മാർക്കറ്റ് ആളിന് നമ്മൾ എന്ത് കൊടുക്കണം? സാലറി കൊടുക്കേണ്ടി വരാം അല്ലേ? അപ്പോൾ അയാളുടെ സാലറി നമ്മൾ ഏതിലാണ് ഫിക്സ് ചെയ്യേണ്ടത്? നമ്മളുടെ പ്രൊഡക്റ്റിലാണ് ഫിക്സ് ചെയ്യേണ്ടത്. അതല്ലാതെ നമുക്ക് വേറെ ഇൻകം കിട്ടാനുള്ള സാധ്യത ഉണ്ടാവില്ല. ഓക്കെ, so another one is labor cost, also including variety of indirect cost that are evident because they are generally not paid directly to employees. These indirect costs are sometimes called fringe benefits and including health and life insurance, retirement benefits, employers' contribution to social security, and other mandated payroll taxes. ഓക്കെ, സോ ഇവിടെ എംപ്ലോയീസിൻ്റെ കേസിൽ രണ്ടാൾക്കാരുണ്ട്. വൺ ഈസ് വിസിബിൾ മീൻസ് ദാറ്റ് ദ പ്രൊഡക്റ്റ് ഡെവലപ്പർ, ഡിസൈൻ ഡെവലപ്പറാണ്. സോ അനദർ വൺ ഈസ് സപ്പോർട്ടിംഗ് സ്റ്റാഫ്. So another one thing is labor cost also including variety of indirect cost. Indirect cost means നിങ്ങൾ ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ എംപ്ലോയീസിന് നമ്മൾ കുറേ ബെനിഫിറ്റ്സ് കൊടുക്കേണ്ടി വരും അല്ലേ? എന്തൊക്കെ ബെനിഫിറ്റ്സിനാണ് കൊടുക്കുക? നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കണം. അവർക്ക് എന്ത് കൊടുക്കണം? പിന്നെ റിട്ടയർഡ് ആകുമ്പോൾ അവർക്ക് ഒരു ഫണ്ട് കൊടുക്കേണ്ടി വരും. പിന്നെ എന്താണ്? പെൻഷൻ കൊടുക്കേണ്ടി വരും. അങ്ങനെ കുറേ എന്ത് ചെയ്ത് കൊടുക്കേണ്ടി വരും? കുറേ ബെനിഫിറ്റ്സ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഈ എമൗണ്ട് ഒക്കെ നമ്മൾ എവിടെ തന്നെയാണ് എടുത്ത് കൊടുക്കേണ്ടത്? നമ്മൾ പ്രൊഡക്റ്റിന്റെ സെയിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കേണ്ടത് അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എതിൽ ഫിക്സ് ചെയ്യേണ്ടത്? എമൗണ്ട് ഫിക്സ് ചെയ്യേണ്ടത്. ക്ലിയർ ആയ? അപ്പൊ എമൗണ്ട് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ്? രണ്ട് എംപ്ലോയീസ് ആണ് വരുന്നത്. ഒന്നെന്താണ്? വിസിബിൾ, ഇൻവിസിബിൾ ആണ്. സോ വിസിബിൾ എന്ന് പറയുമ്പോൾ എന്താണ്? ആ ഡയറക്റ്റ് ആയിട്ട് ആ പ്രൊഡക്റ്റിന്റെ കൂടെ ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരും. അഗൈൻ ഇൻവിസിബിൾ എന്ന് പറയുമ്പോൾ അവിടെ കുറേ സപ്പോർട്ടിംഗ് സ്റ്റാഫ് ഉണ്ടാവും. അവരുടെ സാലറി ഡീറ്റെയിൽസ് ഒക്കെ നോക്കണം, അവരുടെ കോസ്റ്റ് ഒക്കെ നോക്കണം. അതിനനുസരിച്ചിട്ട് വേണം പ്രൊഡക്റ്റിന്റെ എമൗണ്ട് ഫിക്സ് ചെയ്യാൻ. നെക്സ്റ്റ് ഉള്ള കേസ് എന്താണ്? ഇൻഡയറക്റ്റ് കോസ്റ്റ് വരുന്നുണ്ട്. ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒവ്വൊരു എംപ്ലോയീസിനും എന്തുണ്ടാവും? ഇൻഡയറക്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അഭിനവനുണ്ട്. അഭിനവന്റെ മന്ത്ലി സാലറി മാത്രമാണോ കമ്പനിയിൽ കിട്ടുക? ഇല്ല. പിന്നെ എന്തുണ്ടാവും? മെഡിക്കൽ ഇൻഷുറൻസ് കൊടുക്കണം. എഗൈൻ എന്താണ്? അവർക്ക് പെൻഷൻ കൊടുക്കണം. പിന്നെ എന്താണ്? വേറെ കുറേ ബെനിഫിറ്റ്സ് എന്ത് ചെയ്ത് കൊടുക്കണം? കമ്പനി ഓഫർ ചെയ്യും. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? പ്രൊഡക്റ്റിന്റെ എമൗണ്ട് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, so labor cost also including indirect cost that are less evident because they are generally not paid directly to employees. These indirect costs are sometimes called fringe benefits. Fringe benefits means extra benefits. Okay, so and including some health and life insurance, retirement benefits, employers' contribution to social security, and other mandated payroll taxes. Okay, so another one is material. ഓക്കെ, സോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് എന്താണെന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്? ഒരു ബേസ് മെറ്റീരിയൽസ് മാത്രമല്ല വെച്ചിട്ട് നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ ഡെവലപ്പ് ചെയ്യണത്. ഓക്കെ, ഒരു മെയിൻ മെറ്റീരിയൽ ഉണ്ടാവും. അതിൻ്റെ കൂടെ എന്തുണ്ടാവും? കുറേ നമ്മൾ സപ്പോർട്ടിങ് മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്യണം. ഓക്കെ, സോ ആ സപ്പോർട്ടിങ് മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യണം? എമൗണ്ടിൻ്റെ കോസ്റ്റ് ഫിക്സ് ചെയ്യേണ്ടത്.
Okay, so material includes those items input directly used to building the device. Direct ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ബിൽഡിംഗ് ഒരു പ്രൊഡക്റ്റിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ മെറ്റീരിയൽസ് യൂസ് ചെയ്യും. അലോങ് വിത്ത് ദ ഇന്റർമീഡിയറ്റ് മെറ്റീരിയൽസ് ആൻഡ് ഇൻവെന്ററീസ് that are consumed in the manufacturing പ്രോസസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് എന്താണ് ഒരു സ്റ്റീൽ ഫാക്ടറി ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സ്റ്റീൽ ഫാക്ടറിയിൽ നമുക്ക് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ എന്താണ്, സപ്പോസ് നമ്മളിപ്പോൾ ഒരു അയൺ കൊണ്ടിട്ടാണ് എന്ത് ചെയ്യുക, ഒരു മെറ്റീരിയൽ ഡെവലപ്പ് ചെയ്യുകയാണ്. ഓക്കെ, സോ അപ്പോൾ അയൺ വെച്ച് മെറ്റീരിയൽ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് മെഷീനിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണ്ടി വരും, സബ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഓയിൽ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം അങ്ങനെയുള്ളതൊക്കെ എന്താണ് സബ് മെറ്റീരിയൽസ് ആണ്. ഇതൊക്കെ വാങ്ങിക്കാൻ നമുക്ക് എന്ത് സ്പെൻഡ് ചെയ്യണം, നമ്മളുടെ മണീനെ നമ്മൾ സ്പെൻഡ് ചെയ്യണം. ഓക്കെ, ക്യാഷ് ചിലവും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ എന്താണ് മെറ്റീരിയൽ കോസ്റ്റ് ഫിക്സ് ചെയ്യുന്നത്. അതർവൈസ് എന്താണ് ഒരു അയൺ മെറ്റീരിയലാണെന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ എന്ത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അയൺ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മെറ്റീരിയലിൻ്റെ കാസ്റ്റിനെ മാത്രമേ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 100 kg സ്റ്റീൽ വെച്ചിട്ടാണ് നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യണത്. അപ്പോൾ 100 kg സ്റ്റീലിനെ മാത്രം നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ അതിൻ്റെ കൂടെ നമുക്ക് എന്ത് വേണം, സോ 100 സ്റ്റീൽ എന്ന് പറയുമ്പോൾ അതിന് കുറേ സപ്പോർട്ടിങ് മെറ്റീരിയൽസ് വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലേത്ത് പർപ്പസിന് നമ്മൾ ഈ സ്റ്റീലിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ അതിന് അവിടെ കുറേ സപ്പോർട്ടിങ് മെറ്റീരിയൽസ് വേണ്ടി വരും. പിന്നെ ഇതിന് മെഷീൻ്റെ ഗ്രൈൻഡൊക്കെ ചെയ്യുമ്പോൾ അവിടെ കുറച്ച് സപ്പോർട്ടിങ് മെറ്റീരിയൽസ് വേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കോസ്റ്റ് ഫിക്സ് ചെയ്യേണ്ടത്. അതല്ലാതെ ബേസ് മെറ്റീരിയൽ മാത്രം വെച്ചിട്ട് എന്ത് ചെയ്യാൻ നിൽക്കരുത്, നിങ്ങൾ കോസ്റ്റ് ഫിക്സ് ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, so materials including those items and inputs directly used in building the device along with intermediate materials. Okay, they have a directly used materials and intermediate materials and inventories that are consumed the manufacturing process. Okay, a key tool for estimating the materials cost of the artifact is the bill of materials, the list of the all parts in our design, including the quantities of each part required for the complete assembly. Okay, so the key tool for estimating the material cost എന്താണ്, നമ്മളുടെ പ്രോട്ടോടൈപ്പ് ആണ് ഓൾറെഡി നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. സോ ആ പ്രോട്ടോടൈപ്പിനെ വെച്ചിട്ട് അതിനുള്ള പാർട്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ അസ്യൂം ദ കോസ്റ്റ് ഓഫ് ദാറ്റ് പ്രൊഡക്റ്റ്. ഓക്കെ, കോസ്റ്റ് ഓഫ് ദാറ്റ് മെറ്റീരിയൽ. ഓക്കെ, a key tool for estimating the material cost of an artifact is the billing of materials. Okay, the list of all parts of in our design, including the quantities of each part required for complete assembly. നമ്മളുടെ ഡമ്മി പ്രോട്ടോടൈപ്പ് എന്ന് പറയുമ്പോൾ they have all parts. നമ്മൾ പ്രൊഡക്റ്റ് എന്താണോ ഡിസൈൻ ചെയ്യുന്നത് അതിൻ്റെ എല്ലാ പാർട്സും എവിടെ വന്നിട്ടുണ്ടാവും, ദാറ്റ് ആർട്ടിഫാക്റ്റിൽ വന്നിട്ടുണ്ടാവും. ഓക്കെ, സോ ആർട്ടിഫാക്ട് ഈസ് മീൻസ് എ പ്രോട്ടോടൈപ്പ്, പക്ഷേ എന്തായിരിക്കും, ഡമ്മി പ്രൊഡക്റ്റ് ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ മെറ്റീരിയൽസ് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഇതിന് യൂസ് ചെയ്യുക, അതിൽ എന്തൊക്കെയാണ് സബ് മെറ്റീരിയൽസ് വേണ്ടി വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, മെറ്റീരിയലിൻ്റെ കോസ്റ്റ് അസ്യൂം ചെയ്യും. ഓക്കെ, ദെൻ അനദർ വൺ ഈസ് ഓവർഹെഡ് കോസ്റ്റ്. ഓക്കെ, ഓവർഹെഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, നമ്മൾ എന്താണ് ഈ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടത് എത്ര പേരൊക്കെ, എന്തൊക്കെ ആൾക്കാരാണ് വേണം, നമ്മളൊരു പ്രൊഡക്റ്റിനെ ഡെവലപ്പ് ചെയ്യാനെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടി വരിക, ഒരു ഡെവലപ്പർ വേണം അല്ലേ, ഒരു ഡെവലപ്പർ വേണം, പിന്നെ എന്താണ് വേണം, ഐഡിയ മതി അല്ലേ, ഡെവലപ്പർ വേണം, മെറ്റീരിയൽ വേണം. ഈ രണ്ട് കാര്യങ്ങൾ ഇരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡക്റ്റിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഓവർ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ പ്രൊഡക്റ്റിനെ ഡെവലപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഇൻഡസ്ട്രി ഫോം ചെയ്യണം അല്ലേ. അപ്പോൾ ഇൻഡസ്ട്രി ഫോം ചെയ്ത്, അപ്പോൾ ഇൻഡസ്ട്രീൻ്റെത് ഒരു ഓവർഹെഡ് കോസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇൻഡസ്ട്രി ഫോം ചെയ്ത ശേഷം അവിടെ എന്ത് വേണ്ടി വരും, നമുക്ക് അവിടെ കുറേ എംപ്ലോയീസ് വേണ്ടി വരും. ഓക്കെ, എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ ഈ ഡെവലപ്പർ അല്ലാതെ വേറെ കുറേ എംപ്ലോയീസ്. ഓക്കെ, അവിടെ എന്ത് നോക്കാൻ വേണ്ടിയിട്ട് ആൾ വരും, വേറെ കുറേ എന്താണ് ഓഡിറ്റേഴ്സ്, പിന്നെ എന്താണ് വേറെ സ്വീപ്പേഴ്സ്, പിന്നെ മാനേജ് ചെയ്യുന്ന ഒരാൾ, ടീം ലീഡർ, അങ്ങനെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വേണം. അതൊക്കെ എന്താണ് ഓവർ കോസ്റ്റാണ്. പിന്നെ എന്താണ് കുറേ മെഷീൻ വാങ്ങിക്കേണ്ടി വരും. പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട്, ആ പ്രൊഡക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുറേ മെഷീൻ വാങ്ങിക്കും. ഓക്കെ, അപ്പോൾ മെഷീൻ വാങ്ങിക്കണം എന്ന് പറയുമ്പോൾ അതൊക്കെ ഓവർഹെഡ് കോസ്റ്റാണ്. ഓക്കെ, പിന്നെ അതിൻ്റെ ശേഷം ആ മെഷീനൊക്കെ എന്ത് ചെയ്യണം, ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇലക്ട്രിസിറ്റിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വരും, ഒരു ബില്ല് വരും. അതും എന്താണ് ഓവർഹെഡ് കോസ്റ്റാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യാനെന്ന് തീരുമാനിക്കുകയാണ്. ഓക്കെ, അപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്ത് ചെയ്യണം, സിമ്പിളായിട്ട് വിചാരിക്കുക, നിങ്ങളുടെ കയ്യിൽ കമ്പ്യൂട്ടർ ഇല്ല. ഓക്കെ, അപ്പോൾ ഒരു 10 എംപ്ലോയീസ് വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുക, സോഫ്റ്റ്വെയർ കമ്പനി ഡെവലപ്പ് ചെയ്യുന്നതാണ് നിങ്ങൾ തീരുമാനിച്ചത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്ത് ചെയ്യണമെന്നുള്ള ഐഡിയ ഉണ്ട്, 10 എംപ്ലോയീസും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 10 എംപ്ലോയീസും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് രണ്ടുപേരും മതിയാവും. ഓക്കെ, ഒന്ന് എന്താണ് ലേബർ കിട്ടിയിട്ടുണ്ട്,
എഗെയിൻ എന്ത് ചെയ്യണം? മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമുക്ക് സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും മെറ്റീരിയൽ വേണോ? വേണ്ട. ഓക്കെ, അത് അവരുടെ ഐഡിയയാണ്. പിന്നെ ഉള്ളത് എന്താണ്? നമുക്ക് സോഫ്റ്റ്വെയറിൽ പറഞ്ഞത് ഓവർ ഹെഡ് കോസ്റ്റ് ആണ്. ഓവർ ഹെഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ 10 ആൾക്കാർക്ക് നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യണം? 10 ആൾക്കാരിനും എന്താ കൊടുക്കേണ്ടത്? 10 ആൾക്കാർക്കും ലേബർ, അവർക്ക് സാലറി പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അത് ഒന്നായി. മെറ്റീരിയലിൻ്റെ ആവശ്യം പറഞ്ഞില്ല സോഫ്റ്റ്വെയറിൽ. ഓക്കെ, പിന്നെ ഉള്ളത് എന്താണ്? ഓവർ ഹെഡ് കോസ്റ്റ് ആണ് പറഞ്ഞത്. ഓവർ ഹെഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യണം? സോഫ്റ്റ്വെയർ ഡെവലപ്പർ, നിങ്ങളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് 10 എംപ്ലോയീസിനെ എടുത്ത്, ഓക്കെ, അപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ കോൺസെപ്റ്റ് ഒക്കെ നിങ്ങൾ പറഞ്ഞു കൊടുത്ത്. അപ്പോൾ വേറെ ഇനി എന്തൊക്കെ നോക്കണം? ഓവർ ഹെഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ ഓവർ ഹെഡ് കോസ്റ്റ് വരും? അഭിനവ്, ഇപ്പോ ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ ബിൽഡിങ്, അവർക്ക് 10 ആൾക്കാർക്കും കമ്പ്യൂട്ടർ പ്രൊവൈഡ് ചെയ്യണ്ടേ? കമ്പ്യൂട്ടർ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ ഓഫീസ് നോക്കണം, അപ്ലിക്കേഷൻസ്. ഓക്കെ, ഓഫീസ് നോക്കണം. ഓഫീസ് എന്ന് പറയുന്നത് എന്താണ്? ഓവർ ഹെഡ് കോസ്റ്റ് ആണ്. പിന്നെ ഇവരൊക്കെ കറക്റ്റ് സമയത്തിൽ വന്നു പോകുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്, മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഒരാൾ വെക്കണം. അതും എന്താണ്? ഓവർ ഹെഡ് കോസ്റ്റ് ആണ്. ഓഫീസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്വീപ്പർ വെക്കണം. അതും എന്താണ്? ഓവർ ഹെഡ് കോസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ്? ഈ നമ്മളുടെ പ്രൊഡക്ഷനും പിന്നെ എന്താണ് ഈ ഡെവലപ്പിങ്ങിനും ബന്ധമില്ലാത്ത കുറേ ആൾക്കാരെ നമ്മൾ വയ്ക്കാനല്ലേ, അവരൊക്കെ എന്താണ്? ഓവർ ഹെഡ് കോസ്റ്റ് ആണ്. ഓക്കെ, so the cost is incurred by manufacturing that cannot be directly assigned to a single product that are termed overhead. Okay, for example, if the company ignored the overhead cost in the setting its product prices, it will be soon find itself unable to pay for the building and the services necessary to maintain it. Other elements of the overhead, including salaries of executives who are presumably using some share of their time to supervise each of the company activities, as well as the cost of need business functions such as accounting, billing, and advertising. ഓക്കെ, അപ്പോൾ ഇതിൽ ഓവർ ഹെഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അഡ്വർടൈസിങ് ഓവർ ഹെഡ് കോസ്റ്റ് ആണ്. എഗെയിൻ ബില്ലിംഗ് സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഓവർ ഹെഡ് കോസ്റ്റ് ആണ്. ദെൻ അക്കൗണ്ടിങ്ങിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എന്താണ്? ഓവർ ഹെഡ് കോസ്റ്റ് ആണ്. ദെൻ നമ്മളുടെ കമ്പനീനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഒരു പുറത്തുള്ള ഒരാൾ വെച്ചിട്ട് എന്ത് ചെയ്യണം? സൂപ്പർവൈസ് ചെയ്യണം. ഓക്കെ, ഇതൊക്കെ വർക്കൊക്കെ പ്രോപ്പർ ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ സൂപ്പർവൈസറിന് നമുക്ക് പേ ചെയ്യാൻ പറ്റൂല. പിന്നെ ബിൽഡിങ്ങിൻ്റെ ക്യാഷിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ബിൽഡിങ്ങിൻ്റെ റെൻറ്റ് പേ ചെയ്യാൻ പറ്റൂല. പിന്നെ ഉള്ളത് എന്താണ്? അപ്പോൾ ഓവർ ഹെഡ് കോസ്റ്റ് നമ്മൾ ഫിക്സ് ചെയ്യാതെ നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ ഡെലിവറി ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഉള്ളത് എന്താണ്? ഇവിടെ പറയുന്നുണ്ട് മെഷീൻസ്. ഓവർ ഹെഡ് കോസ്റ്റിൽ പറഞ്ഞതാണ് എന്ത് പറയുക? മെഷീൻസ്, ജനിറ്റോറിയൽ സ്റ്റാഫ്, ദെൻ ദ ഇലക്ട്രിസിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? ഓവർ ഹെഡ് കോസ്റ്റാണ്. ഓക്കെ, സോ ഓവർ ഹെഡ് കോസ്റ്റ് നമ്മൾ അപ്പോൾ എന്തൊക്കെ നോക്കണം? ഒരു പ്രൊഡക്റ്റിന് നമ്മൾ എമൗണ്ട് ഫിക്സ് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കണം. അപ്പോൾ അതിൽ മെയിനായിട്ട് നോക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ്? 3 കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ എന്താണ്? ലേബർ കോസ്റ്റ് ആണ്. ലേബർ കോസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ 2 കാര്യങ്ങളാണ് ഉണ്ടാവുക. ഒന്നെന്താണ്? വിസിബിൾ ആണ്, ഇന്നൊന്നെന്താണ്? ഇൻവിസിബിൾ ആണ്. ഓക്കെ, വിസിബിൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഡയറക്റ്റ് ഡെവലപ്പറാണ്. ഡയറക്റ്റ് ഡെവലപ്പർ എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റിനെ ഡിസൈൻ ചെയ്യണം, ഡിസൈനറാണ്. ഓക്കെ, ഇൻവിസിബിൾ എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ കുറേ സപ്പോർട്ടിങ് സ്റ്റാഫ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ സപ്പോർട്ടിങ് സ്റ്റാഫിനൊക്കെയാണ് നമ്മൾ എന്ത് പറയാം? ഇൻവിസിബിൾ എന്ന് പറയാം. അപ്പോൾ അവരുടെ എമൗണ്ട്, ആ 2 ആൾക്കാരുടെ എമൗണ്ടിന് നോക്കിയിട്ട് വേണം പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് ഫിക്സ് ചെയ്യണത്. പിന്നെ എന്നുള്ളത് എന്താണ്? ഇൻഡയറക്റ്റ് കോസ്റ്റ് പറഞ്ഞുകൊണ്ട്. ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അവരുടെ കുറേ എക്സ്ട്രാ ബെനിഫിറ്റ്സ്. എന്തൊക്കെ എക്സ്ട്രാ ബെനിഫിറ്റ്സ് ആണ്? അവരുടെ പെൻഷൻ, പിന്നെ എന്താണ്? അവരുടെ മെഡിക്കൽ ഇൻഷുറൻസ്, പിന്നെ അവരുടെ കുറേ എക്സ്ട്രാ ഫീച്ചേഴ്സ്, പിന്നെ ടാക്സ്, കമ്പനീൻ്റെ ടാക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഉള്ളത് എന്താണ് വരിക? നെക്സ്റ്റ് തിങ് എന്താണ്? ലേബർ കോസ്റ്റ് കളഞ്ഞ് പിന്നെ ഉള്ളത് എന്താണ്? മെറ്റീരിയൽ കോസ്റ്റ് ആണ്. മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? മെയിൻ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്? അല്ല, മെയിൻ മെറ്റീരിയൽ എഗെയിൻ എന്തുണ്ടാവും? കുറേ നമ്മൾ ഇൻ്റർമീഡിയറ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്യും. അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ എന്തുണ്ടാവും? സബ് കോമ്പണൻറ്റ് മെറ്റീരിയൽസ് ഉണ്ടാവും. ഓക്കെ, അതിൻ്റെ എമൗണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അനലൈസ് ചെയ്യണം. അതൊക്കെ അനലൈസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്? എമൗണ്ട് ഫിക്സ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ ഉള്ളത് എന്താണ്? ഫൈനൽ വൺ ഓവർ ഹെഡ് കോസ്റ്റ് ആണ്. ഓവർ ഹെഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്? എക്സ്ട്രാ എക്സ്പെൻഡിച്ചർ ആണ്. എക്സ്ട്രാ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? ഓഫീസ് റെൻറ്റ്, ഇലക്ട്രിസിറ്റി ബില്ല്, പിന്നെ എന്താണ്? സപ്പോർട്ടിങ് സ്റ്റാഫ്, സൂപ്പർവൈസർ പറഞ്ഞ സ്റ്റാഫിൻ്റെ സാലറി ഡീറ്റെയിൽസ്, പിന്നെ ഉള്ളത് എന്തൊക്കെയാണ്? പിന്നെ എന്താണ്? അക്കൗണ്ടിങ് ആൻഡ് ബില്ലിംഗ് സെക്ഷൻ, അഡ്വർടൈസിങ് സെക്ഷനിൽ ഇങ്ങനെയുള്ള ആൾക്കാരിനൊക്കെ കൊടുക്കുന്ന സാലറീസ് ഒക്കെ എന്താണ്? ഓവർ ഹെഡ് കോസ്റ്റ് ആണ്.
ഓക്കെ, സോ ഇങ്ങനെയുള്ള ഇതൊക്കെ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യണം, ഒരു പ്രൊഡക്റ്റിൻ്റെ എമൗണ്ട് ഫിക്സ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആയാ? പഠിച്ചത് എന്തായിരുന്നു, ഏത് ടോപ്പിക്കായിരുന്നോ? എഞ്ചിനീയറിംഗ് എക്കണോമിക്സ് ഡിസൈൻ ആണ്. ഓക്കെ, സോ എഞ്ചിനീയറിംഗ് എക്കണോമിക്സ് ഡിസൈൻ എന്ന് പറയുമ്പോൾ when we are fixing the cost of that product means we need to analyze such a things. എന്തൊക്കെയാണ്? 3 things. What are they? Labor cost and material cost. Another one is overhead cost. ക്ലിയർ ആയാ? ഓക്കെ, ഇങ്ങനെയൊക്കെ ഇതിൻ്റെ കോസ്റ്റൊക്കെ നോക്കിയിട്ട് വേണം ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, ആ കോസ്റ്റ് എന്തായിരിക്കണം? എക്കണോമിക്കലും ഫീസിബിൾ ആയിരിക്കണം. അതർവൈസ് നിങ്ങളൊരു പ്രൊഡക്റ്റിനെ ഡെവലപ്പ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ഒരു എമൗണ്ട് ഫിക്സ് ചെയ്തില്ല എന്ന് വെച്ചാൽ എന്താണ്, പ്രൊഡക്റ്റ് നല്ല മൂവിലാണ്, ബട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാൻ പോസിബിലിറ്റീസ് ഇല്ല, എന്ത് കിട്ടൂല, നിങ്ങൾക്ക് അതിനുള്ള ഒരു പ്രോഫിറ്റ് കിട്ടൂല. അങ്ങനെ ആയാലും നിങ്ങൾ ഇതിലേക്ക് പോകാൻ പോസിബിലിറ്റീസ് ഉണ്ട്, ലോസിലേക്ക് പോകാനാണ് പോസിബിലിറ്റി. ഓക്കെ, ക്ലിയർ ആണോ? എഴുതാമോ ഇനി എക്സാമിന് ഇത് ചോദിച്ചാലേ? ഓക്കെ, നോർമൽ സ്റ്റോറി അല്ലേ, എഞ്ചിനീയറിംഗ് എക്കണോമിക്സ് ഇൻ ഡിസൈൻ. Then another topic is design rights. ഓക്കെ, സോ ഡിസൈൻ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, ഇത് ഞാൻ റഫാ പറയാം, നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ഡിസൈൻ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റിനെ ഡെവലപ്പ് ചെയ്യാൻ പോവാണ്. അഭിനവിൻ്റെ ഐഡിയ ഒന്ന് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പോൾ അഭിനവ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പുതിയതായിട്ട് ഒരു സോഫ്റ്റ്വെയറിൻ്റെ കോൺസെപ്റ്റ് അഭിനവിന് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ദിവസം എന്ത് ചെയ്ത് അഭിനവ് ആ ഐഡിയനെ പോയി അമലിൻ്റെ അടുത്ത് പറഞ്ഞു. ഓക്കെ, ഫോൺ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എന്താണ് ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഐഡിയ ഉണ്ട്, ആ സോഫ്റ്റ്വെയറിനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും ഒരു ഫ്യൂച്ചർ പർപ്പസിന് ഒരു പർപ്പസിനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. ഫോർ എക്സാമ്പിൾ എന്ത് പറയാം, ഒരു ഓക്കെ ലോറ എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, ലോറ എന്ന് പറഞ്ഞിട്ട് പറയുന്നത് എന്താണ്, ഒരു വൈഡ് ഏരിയ നെറ്റ്വർക്കിൽ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ലോറാൻ്റെ കോൺസെപ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഒരു 10 കിലോമീറ്റേഴ്സ് വരെ ഉള്ള ഡേറ്റ റേഞ്ചാണ് അത് ഉദ്ദേശിക്കുക. ഓക്കെ, അപ്പോൾ അഭിനവ് അതല്ലാതെ ഒരു പുതിയതായിട്ടൊരു നെറ്റ്വർക്ക് ഡിവൈസ് കണ്ടുപിടിച്ച്. ഓക്കെ, അപ്പോൾ നെറ്റ്വർക്ക് ഡിവൈസ് എന്താണ്, 5 കിലോമീറ്റേഴ്സിൽ എന്ത് ചെയ്യാൻ പറ്റും, 50 കിലോമീറ്റേഴ്സിന് അതിന് എന്ത് ചെയ്യാൻ പറ്റും, ഡേറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റാണ് ആര് കണ്ടുപിടിച്ചത്, അഭിനവ് കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പോൾ അഭിനവ് കണ്ടുപിടിച്ചിട്ട് അഭിനവ് എന്ത് ചെയ്ത് നൈറ്റ് എന്ത് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, അമലിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് അതിൻ്റെ ഐഡിയാസ് ഫുള്ള് ആരിന് പറഞ്ഞു കൊടുത്ത്, അമലിന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, അപ്പോൾ അമൽ ഇപ്പോൾ എന്ത് ചെയ്ത്, അമലിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഡിസൈൻ നമ്മളുടെ ഐഡിയാസ് ഒക്കെ രജിസ്റ്റർ ചെയ്യുന്ന ഒരു പ്ലേസ് ഉണ്ട്. ഓക്കെ, അതാണ് റൈറ്റ്സ് എന്ന് പറയാം. പാറ്റന്റിനൊക്കെ കേട്ടിട്ടുണ്ടോ? പാറ്റന്റിനൊക്കെ ഒരു ഉണ്ട്, കോപ്പി റൈറ്റ്സ്. ഓക്കെ, അപ്പോൾ അവിടെ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അമൽ രജിസ്റ്റർ ചെയ്ത്. ഓക്കെ, എൻ്റെ ഐഡിയയാണ് അതെന്ന് പറഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്ത്. ഏക്കാൻ അഭിനവ് എന്ത് ചെയ്ത്, ആ പ്രൊഡക്റ്റ് രജിസ്റ്റർ ചെയ്യാതെ പ്രൊഡക്റ്റ് ഫുള്ള് ഡെവലപ്പ് ചെയ്ത് അമൽക്ക് എന്ത് ചെയ്യാം, കേസ് കൊടുക്കാം. ആരുടെ മേലെ കേസ് കൊടുക്കാം, അഭിനവിൻ്റെ മേലെ കേസ് കൊടുക്കാം. എങ്ങനെയാണ്, അമൽ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, മുൻപേ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഞാൻ അമൽ ഒരു പ്രൊഡക്റ്റിനെ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ആ പ്രൊഡക്റ്റ് എങ്ങനെ ആയിരിക്കണമുണ്ട്, 50 കിലോമീറ്റേഴ്സിന് ഡേറ്റ പാസ് ചെയ്യുന്ന കപ്പാസിറ്റി ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആണെങ്കിൽ അഭിനവും സെയിം പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്ത്, ബട്ട് അഭിനവ് എന്ത് ചെയ്തിട്ടില്ല, പ്രൊഡക്റ്റിനെ എന്ത് ചെയ്തിട്ടില്ല, രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഓക്കെ, പാറ്റന്റ് എടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ പാറ്റന്റ് എടുക്കാത്തത് കൊണ്ട് അഭിനവ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അമൽ എന്ത് ചെയ്തിട്ടുണ്ട്, സപ്പോസ് അമലിൻ്റെ ഐഡിയ അല്ല, ബട്ട് അമൽ എന്ത് ചെയ്ത്, അമലിൻ്റെ ഐഡിയ എന്ന് വിചാരിച്ചിട്ടാണ് അമൽ എന്ത് പറഞ്ഞിട്ടുള്ള, രജിസ്റ്റർ ചെയ്തിട്ടുള്ള. അപ്പോൾ ഏറിൻ്റെ മേലെ കേസ് എടുക്കാം, അഭിനവിൻ്റെ മേലെ. അപ്പൊ ഈ ഐഡിയനെ മാത്രം ഇങ്ങനെ കോപ്പിറൈറ്റ് ആക്കി വെക്കാം, അത് പ്രൊഡക്റ്റിനല്ലേ, പ്രൊഡക്റ്റ് ആക്കിയിട്ടല്ലേ ഈ പേറ്റന്റ് എടുക്കാൻ പറ്റും? ഇല്ല, അതിന്റെ ബേസ് ഐഡിയാസ് കൊടുത്തിട്ട് പേറ്റന്റ് എടുക്കാം. പേറ്റന്റ് ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ എടുത്തു വെക്കാം. ഓക്കെ, അപ്പോൾ ഈ ഡിസൈൻ ഫോർ റൈറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, വെൻ വി ആർ ഡിസൈനിങ് എ ന്യൂ പ്രൊഡക്റ്റ് വി ഷുഡ് ടേക്ക് പാറ്റന്റ്. ഓക്കെ, അതിനെ പ്രൊഡക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, സെക്യൂറിന് വേണ്ടിയിട്ടാണ്. മനസ്സിലായ? അപ്പോൾ ആ പ്രൊഡക്റ്റ് എന്തായിരിക്കാൻ പാടില്ല, വേറെ ഒരാളിനെ കോപ്പി ചെയ്യാനും പാടില്ല. ഓക്കെ, അപ്പോൾ എങ്ങനെയുള്ള പ്രൊഡക്റ്റിനെയൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്, ഡിസൈൻ റൈറ്റ്സിൽ. ഓക്കെ, അപ്പോൾ അതിൽ പറയുന്നുണ്ട് എന്താണ്, പ്രൊഡക്റ്റ് എങ്ങനെ ഇരിക്കണം,
ന്യൂ പ്രൊഡക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കണം. ആ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് കുറേ ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സ് ഉണ്ടാവണം. അത് ഓൾറെഡി എന്ത് ചെയ്യാൻ പാടില്ല, രജിസ്റ്റേർഡ് പ്രൊഡക്റ്റ് ആയിട്ട് ഇരിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള പ്രൊഡക്റ്റിനെയൊക്കെ രജിസ്റ്റർ ചെയ്യരുത്. ഡസ് നോട്ട് ഹാവ് ഒരു ഇൻഡിവിജ്വൽ ക്യാരക്ടർ ഇല്ലാത്ത പ്രൊഡക്റ്റിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, രജിസ്റ്റർ ചെയ്യാൻ പറ്റൂല. പിന്നെ എന്താണ് ഒഫൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫോർ എക്സാമ്പിൾ ഗവൺമെൻറ് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ, ഇങ്ങനെയുള്ള പ്രൊഡക്ട്സ് ഒന്നും കണ്ടുപിടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള പ്രൊഡക്റ്റിന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, രജിസ്റ്റർ ചെയ്യാനും പറ്റൂല. ഓക്കെ, അപ്പോൾ രജിസ്റ്റർ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് റൈറ്റ്സ് ഡിസൈൻ റൈറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു കോൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ടോ, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ, അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പാണ് ആ ഐഡിയനെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ്, ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ദാറ്റ് ടൈം നിങ്ങൾ അതിന് മുൻപ് തന്നെ നിങ്ങൾ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം, പാറ്റൻറ്റ് എടുത്തിട്ടുണ്ടാവണം. പാറ്റൻറ്റ് ഒരു കുറേ സ്ട്രക്ചർ ഉണ്ട്, കുറച്ച് ഫയൽ വർക്കാണ്. ആ ഫയൽ വർക്ക് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പാറ്റേൺ എടുത്ത് വെക്കണം. അപ്പോൾ പാറ്റേൺ എടുത്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറെ ഒരാൾ ഐഡിയയിലേക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞു വന്നാലും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ഐഡിയ ഓൾറെഡി റൈറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ആ റൈറ്റ്സിനെ യൂസ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, സപ്പോസ് നിങ്ങൾ ആ പ്രൊഡക്റ്റ്, നിങ്ങളുടെ ഐഡിയ നിങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കി, ആ പ്രൊഡക്റ്റിനെ കംപ്ലീറ്റ് ആക്കി നിങ്ങൾ മാർക്കറ്റിൽ കൊടുത്തു. ഓക്കെ, അപ്പോൾ മാർക്കറ്റിൽ കൊടുക്കുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്നൊരാൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ സെയിം പ്രൊഡക്റ്റിന് അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ഡെവലപ്പ് ചെയ്ത് സപ്പോസ് അവർ മാർക്കറ്റിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഡെവലപ്പ് ചെയ്ത ആൾക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് നമ്മളുടെ പ്രൊഡക്റ്റിനെ കോപ്പി ചെയ്ത് ഇന്നൊരാൾ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടല്ലേ, അയാളുടെ മേൽ എന്ത് കൊടുക്കാം, കേസ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കേസിലാണ് എനിക്ക് തോന്നുന്നത് ഈ ആപ്പിൾ സാംസങ്, ഈ ആപ്പിളിൻ്റെ കുറേ കോൺസെപ്റ്റ് സാംസങ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, കുറേ ഫീച്ചേഴ്സ് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആപ്പിളിന് എന്ത് ചെയ്ത്, കേസ് കൊടുത്ത് സാംസങ് എന്ത് ചെയ്തു, ഒരു ബൾക്ക് എമൗണ്ടാണ് എന്ത് ചെയ്തത്, അവർക്ക് കോമ്പൻസേറ്റ് ആയിട്ടാണ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ സപ്പോസ് ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പുതിയതായിട്ട് ഒരു ഡിസൈൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ അടുത്ത് ഞാൻ തെറ്റ് ചെയ്ത ഐഡിയനെ ഓൾറെഡി ഡെവലപ്പ് ചെയ്ത് പുറത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ, ഓൾറെഡി ചെയ്ത് ഒരാൾ റൈറ്റ്സ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടല്ലേ, അയാൾക്ക് എന്ത് ചെയ്യാം, എൻ്റെ മേൽ കേസ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനുള്ള കോമ്പൻസേഷനൊക്കെ വാങ്ങിക്കാം. ഓക്കെ, ഇതൊക്കെയാണ് ഫുള്ള് നടക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇൻഡസ്ട്രി സൈഡ് നോക്കുമ്പോൾ അവർ സപ്പോസ് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടാവും, ആ പ്രൊഡക്റ്റിൻ്റെ ഈക്വലായിട്ട് ഇന്നൊരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ആവും. പക്ഷെ അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ ഡിസൈനിലോ അതിൻ്റെ ഫീച്ചേഴ്സിലോ എന്ത് കാണിച്ചിട്ടുണ്ടാവും, ഡിഫറൻസ് കാണിച്ചിട്ടുണ്ടാവും. ഇല്ല, ആ ഐഡിയ എടുക്കണമെന്ന് വെച്ചാൽ ഇവർക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, കുറേ എമൗണ്ട് പേ ചെയ്തിട്ടാണ് ആ ഫീച്ചേഴ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരുടെ കൂടെ ഒരു അഗ്രിമെൻ്റ് അവർ സൈൻ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മളുടെ ഇപ്പോൾ ഹോണറിൻ്റെ ഫോൺ പറയാം. ഹോണറിൻ്റെ ഫോണിൻ്റെ ഇഷ്യൂ എന്തായിരുന്നു, ഗൂഗിളിൻ്റെ കൂടെ ഉള്ളത് അല്ലേ. ഗൂഗിളിനെ പറയുമ്പോൾ എന്താണ്, നമ്മൾ ആൻഡ്രോയിഡ് വോയിസ് ആരുടേതാണ് വോയിസ്, ഗൂഗിളിൻ്റെതാണ്. അവരുടെ മെയിൻ ഫുൾ ആൻഡ് ഫുൾ കൺട്രോൾ ആരുടേതാണ്, ഗൂഗിളിൻ്റെതാണ്. ഓക്കെ, അപ്പോൾ ഹോണർ അത് യൂസ് ചെയ്യാൻ വരുമ്പോൾ എന്ത് വന്നു, കുറേ പ്രശ്നങ്ങൾ വന്നു. ഓക്കെ, അപ്പോൾ അവരെന്ത് ചെയ്തു, ഹോണർ കോമ്പൻസേഷൻ ഒന്നും കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അത് എന്ത് ചെയ്തു, ഗൂഗിൾ എൻ്റെ പ്രൊഡക്റ്റിനെ യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഫുൾ എന്ത് ചെയ്ത് അവരുടെ പ്രൊഡക്റ്റ് അങ്ങോട്ട് കൊടുക്കാത്തത്. ഓക്കെ, അപ്പോൾ പാറ്റേൺ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മളുടേതായിട്ടുള്ള ഡിസൈൻ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ ആ പ്രൊഡക്റ്റ് നമ്മളുടെ റൈറ്റ് ആണ്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് പാറ്റേൺ ചെയ്ത് കോപ്പി റൈറ്റ്സ് എടുത്ത് വെക്കണം. വേറെ ഒരാളും ആ പ്രൊഡക്റ്റിനെ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കരുതെന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇനി ഒരു ക്ലാസ്സേ ഉള്ളൂ. ആ ക്ലാസ്സോട് എന്താവും, 5th മോഡ്യൂൾ കംപ്ലീറ്റ് ആവും. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ കേസ് സ്റ്റഡീസ് ആണ് നോക്കേണ്ടത്. പിന്നെ ഈ ബ്രേക്ക് കഴിഞ്ഞിട്ട് ആരും പോകരുത് കേട്ടോ, എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങളുടെ അടുത്ത്. എല്ലാ ആൾക്കാരും ഉണ്ടാവണേ, എനിക്കൊരു പേഴ്സണൽ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, then ആശിഷ് present.